ബൈജു കൊട്ടാരക്കര, മാർട്ടിൻ മേനാച്ചേരിയുമായിട്ടാണ് ഞാൻ ഇത്രയും സമയം സംസാരിച്ചത്. സ്വന്തം നിലക്കാണ് പരാതി നൽകിയത് എന്ന് പറയുന്നു. അമ്മയിലുള്ള ആരെയും അറിയില്ല, മാത്രമല്ല നടന്മാരും നടിമാരുമായിട്ടൊന്നും വലിയ ബന്ധമില്ല എന്നാണ് പറയുന്നത്. ഇതെല്ലാം അങ്ങ് വിശ്വസിക്കാൻ പറ്റുമോ? ഇതിന് അമ്മ തെരഞ്ഞെടുപ്പുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ബന്ധമില്ല എന്നൊക്കെ അയാൾ പറയുന്നത് വെറുതെ പറയുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അതുമല്ല, ആദ്യം പിടിച്ചകത്തിടേണ്ടത് അയാളെയാണ്, ഈ മാർട്ടിൻ മേനാച്ചേരിയാണ്. കാരണം ഇയാളാണ് ഈ പോൺ സൈറ്റുകൾ നോക്കിക്കൊണ്ടിരുന്ന, അല്ലാതെ നോക്കിക്കൊണ്ടിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഇയാൾക്ക് ഈ കോടതിയിൽ കൊടുത്ത ലിസ്റ്റ് അനുസരിച്ച് ഏതോ 10 or 20 ആ പോൺ സൈറ്റുകളുടെ ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ പോൺ സൈറ്റുകൾ സ്ഥിരമായി കാണാറുള്ള ഒരാളായിരിക്കുമല്ലോ ഈ മാർട്ടിൻ മേനാച്ചേരി, അല്ലെങ്കിൽ അയാളെ കൊടുക്കില്ലല്ലോ. അപ്പൊ അത് മാത്രമല്ല, 20 വർഷങ്ങൾക്ക് മുമ്പ് ശ്വേതാമേനോൻ ചെയ്ത ഒരു കഥാപാത്രം അവര് മറ്റേ കാമസൂത്രയുടെ പരസ്യത്തിൽ അഭിനയിച്ചു. ഈ കാമസൂത്രയുടെ പരസ്യത്തിൽ അഭിനയിക്കാൻ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അഭിനയിക്കാൻ പറ്റൂ. ഇനി അവർ കളിപെണ്ണ് എന്ന് പറയുന്ന സിനിമയിൽ ചെയ്തു, ബ്ലെസ്സിയാണ് ചെയ്തത്. അപ്പോ ബ്ലെസ്സിയെയും അതിൽ നായകനായി അഭിനയിച്ച ബിജു മേനോനെയും പിടിച്ച് അറസ്റ്റ് ചെയ്യണം. അതുപോലെ മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ച ഒരു സിനിമയുണ്ടല്ലോ, അത് അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടിയെ പിടിച്ച് അകത്താക്കണോ? പാലേരി മാണിക്യം. അപ്പൊ ഇതൊക്കെ ഈ AMMA എന്ന് പറയുന്ന സംഘടനയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ്. അതിനകത്ത് ചില ആളുകളെ മാറ്റി നിർത്താനും ചില ആളുകളെ തിരികെ കയറ്റാനുമുള്ള ഒരു ശ്രമമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. യാതൊരു സംശയമില്ല അതിനകത്ത്. കാരണം ഈ പറയുന്ന ദേവൻ പോലും ഒരു രാഷ്ട്രീയത്തെ വളരെ ശക്തമായി അനുകൂലിക്കുന്ന ആളാണ്. വേറെ ആരുമല്ല, BJP തന്നെയാണ്, മറ്റു രാഷ്ട്രീയത്തെ ഒന്നുമല്ല. അപ്പൊ ദേവനെ ആ സ്ഥാനത്തേക്ക് ഒന്ന് അവരോധിക്കാൻ വേണ്ടി ആദ്യം ജഗദീഷ് പിന്മാറി, പിന്നെ ആരേ ഉള്ളത്? ദേവനാണുള്ളത്. അപ്പൊ ദേവനെ അതിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ആരൊക്കെയാണ് സിനിമയ്ക്കകത്ത് ചരട് വലിച്ചിരിക്കുന്നത്? ഈ സംഘടനയെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കാൽക്കീഴിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. അല്ലാതെ ഈ മേനാച്ചേരി പറയുന്നത് പോലെ 10 വർഷം മുമ്പ് ചെയ്ത ഒരു സിനിമ എന്തുകൊണ്ട് ഇയാൾ ഇത്രയും നാൾ ആ സിനിമ കണ്ടില്ല? ഏതോ കുട്ടികളിരുന്ന് കണ്ടുവന്നു, ഇപ്പോഴാണ് കാണുന്നത്, കുട്ടികളിരുന്ന് കാണുന്നത്. ഈ അങ്ങനെയാണെങ്കിൽ ആയിരക്കണക്കിന് സൈറ്റുകളുണ്ട് ഈ നാട്ടില്. ഈ പറയുന്ന ആയിരക്കണക്കിന് സൈറ്റുകളാണ്. ഈ സൈറ്റിൽ അഭിനയിച്ച എല്ലാവരുടെയും പേരിൽ ഇയാളെ കേസ് കൊടുക്കുവോ? അയാളത്തെ കേസ് കൊടുക്കാത്തെ? അങ്ങനെയാണ് സിൽക്ക് സ്മിതയുടെ പേര് കേസ് കൊടുക്കണ്ടേ? ബാക്കി എത്രയോ നടിമാർ, ഷക്കീലയുടെ പേര് കേസ് കൊടുക്കണ്ടേ? അതിന്റെ ഷക്കീല വ്യാപാരത്തിന് വേണ്ടിയല്ലേ സിനിമകൾ ചെയ്ത് മെയിൻ പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നത്? പിന്നെ ഇപ്പൊ ശ്വേതാമേനോനെതിരെ മാത്രം കേസ് കൊടുക്കാനുള്ള കാരണം എന്താ? അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് വളരെ വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ട്. അല്ലാതെ ഈ മേനാച്ചേരി പറയുന്നത് വെറുതെ പറയുന്നതാ, അടുത്ത് യാതൊരു സംശയമില്ല. അതിനകത്ത് മേനാച്ചേരിയെ ആരോ ഇതിനകത്തൊന്ന് കെട്ടിയിറക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ ഇലക്ഷൻ സമയത്ത്, AMMയുടെ ഇലക്ഷൻ സമയത്ത് കഴിഞ്ഞ ദിവസം ശ്രീ അനിൽ ഓർമ്മ കാണും, തിരുവനന്തപുരത്ത് വെച്ച് നമ്മുടെ മിനിസ്റ്റർ സജി ചെറിയാനും V ശിവൻകുട്ടിയും ഒക്കെ പറഞ്ഞു, സ്ത്രീകൾ എന്താണ് ആ ഒരു സംഘടനയുടെ അമരത്ത് വരുന്നതിനകത്ത് എന്താണ് കുഴപ്പം, അവർ വരട്ടെ എന്ന് പറഞ്ഞതിന്റെ തൊട്ട് പിറ്റേ ദിവസമാണ് ഈ കേസുമായിട്ട് പോയത്. അപ്പൊ അതിനകത്ത് ഈ AMMA എന്ന സംഘടനയുടെ ചില ആളുകൾ അതിലേക്ക് ചിലപ്പോ ഇനി ശ്വേതാമേനോൻ വരട്ടെന്നോ, അല്ലെങ്കിൽ സ്ത്രീകൾ കുറെ മെമ്പർമാരുണ്ടതിനകത്ത് അവരോട് ഒത്തു നിന്നിട്ട് ശ്വേതാമേനെ കൊണ്ടുവരാം എന്നൊക്കെ ഒന്ന് കരുതിയാൽ അത് തെറ്റു പറയാൻ പറ്റുമോ? ചിലപ്പോ അവർ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു കാണും. ശ്വേതാമേനോൻ വന്നാൽ നല്ലതാവോ ചീത്തയാവോ എന്നുള്ള ഒരു ചിന്തയൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവർക്കെതിരെ കേസ് കൊടുത്തത് ശരിയായില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിൽ ഏത് സിനിമയാണ് എടുക്കുക, ഏത് പരസ്യമാണ് എടുക്കുക? ഇതെല്ലാം സെൻസർ സർട്ടിഫൈ ചെയ്ത സാധനങ്ങളാണ്. നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ നീ കണ്ടാൽ മതി. അപ്പൊ ഈ മേനാച്ചേരി സ്ഥിരമായിട്ട് ഈ പോൺ സിനിമയെ കാണുന്ന ആളായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇതൊക്കെ ഞെക്കി നോക്കിക്കൊണ്ടിരിക്കുന്നത് പുള്ളി. അല്ലെങ്കിൽ ഇത്ര വൃത്തിയായിട്ട് പുള്ളിക്ക് അങ്ങനെ പറയാൻ പറ്റും? അല്ല, മേനാച്ചേരിയുടെ ക്രിമിനൽ പശ്ചാത്തലമൊക്കെ ഞാനിപ്പോൾ ഇവിടെ ബ്രീഫ് ചെയ്തു. ഞാൻ മേനാച്ചേരിയോട് ചോദിക്കുകയും ചെയ്തു. ഒരു കേസ് അയാൾക്കെതിരെ എടുത്തിരുന്നു, തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ. ആ കേസുണ്ട്, പക്ഷേ അത് കള്ളക്കേസാണെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത്. അതിൽ തട്ടിപ്പ് നടത്തി എന്നാണ് പറയുന്നത്, ആൾമാറാട്ടം നടത്തി, ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നൊക്കെയാണ്. അപ്പോൾ ഒരു പശ്ചാത്തലം വ്യക്തമായിട്ടുണ്ട്. മാത്രമല്ല, അയാൾ ജോലി ചെയ്ത സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ അയാളെ പുറത്താക്കിയിട്ടുണ്ട്. അതിലും ഈ തട്ടിപ്പ് തന്നെയായിരുന്നു കാരണം. അപ്പോൾ ആ ഒരു പശ്ചാത്തലം ഉറപ്പാണ്. യെസ്.